ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ എൻ്റെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി ഫിഷ് ബിരിയാണീൻ്റെ റെസിപ്പിയുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടെ അവൈലബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് കൂടെ അറിയിക്കുക. പിന്നെ പുതിയ വ്യൂവേഴ്സ് എൻ്റെ ചാനലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ രാവിലെ എണീറ്റ ഉടനെ തന്നെ കുറച്ച് തുണികൾ മടക്കി വെക്കാണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഞാൻ തുണികൾ രാത്രിയാണ് മടക്കി വെക്കാറ്. ഇന്ന് എനിക്ക് ടൈം കിട്ടിയില്ല കേട്ടോ. രാത്രി ഞാൻ അച്ചാറൊക്കെ ഉണ്ടാക്കാൻ നിന്നുകൊണ്ട് തന്നെ ഇതിന് ടൈം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ തുണികൾ കൊണ്ടുവരുമ്പോൾ തന്നെ മടക്കി വെക്കാൻ ശ്രദ്ധിക്കുക. അതവിടെ കൂട്ടിയിട്ടാൽ പിന്നെ ഒരുപാടായും അപ്പോൾ നമുക്ക് മടി പിടിക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി മടക്കി വെച്ചതിന് ശേഷം കുട്ടികൾ കുറച്ച് ടോയ്സ് ഉണ്ടായിരുന്നു അകത്ത്, അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം കേട്ടോ. ഇത് രാത്രി തന്നെ ചെയ്ത് വെച്ചാൽ നമുക്ക് രാവിലെ അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത് ഞാനിനി എടുത്ത് വെച്ചിട്ടും കാര്യമൊന്നുമില്ല കേട്ടോ. പിന്നാലെ വരുന്നുണ്ട്, അതേമാതിരി തന്നെ പരത്തിയിടും. അങ്ങനെ അതിന് ശേഷം ബെഡൊക്കെ വിരിച്ചിട്ടു. അങ്ങനെ അകൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടോ. അതിന് ശേഷം നമ്മൾ കിച്ചണിൽ കയറുകയാണെങ്കിൽ തന്നെ നമുക്ക് പോസിറ്റീവ് ആയിക്കാണ്ട് നമുക്ക് ജോലി ചെയ്യാമല്ലോ. അപ്പം ഇതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ കിച്ചണിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അങ്ങനെ ഞാനിതാണ് തലേന്ന് ഉണ്ടാക്കി വെച്ച അച്ചാറാണ് കേട്ടോ. ഇനി അത് സെറ്റ് ചെയ്യാണ്ട് അങ്ങനെ കിച്ചണിൽ കയറിയ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ അച്ചാറിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കണില്ല, വീഡിയോ ലെങ്ത്തായി പോകും. അപ്പോൾ അത് അടുത്ത വീഡിയോ ഇട്ടിടാം കേട്ടോ. അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷമാണ് പണിയിലേക്ക് പോയത്. ഞാൻ ഇന്ന് നൂലപ്പം ഉണ്ടാക്കാമെന്നാണ് കരുതണത്. നൂലപ്പത്തേക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ. ഞങ്ങൾ 2 പേരെന്നെ ഉള്ളൂ, അപ്പോൾ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഓള് അരിപ്പൊടി എടുത്തിട്ട് പൗഡർ ആണെന്ന് എഴുതിയിട്ട് മുഖത്തിടുകയാണ്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് കുഴച്ചെടുക്കാൻ വേണ്ടി, നൂലപ്പത്തിൻ്റെ കുഴച്ചെടുക്കാൻ വേണ്ടി. അതിന് മുന്നേ അത് തിളക്കുമ്പോഴേക്കും നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കി വെക്കാമെന്ന് കരുതി. അപ്പോൾ അതിനുള്ള തേങ്ങ എടുക്കണം കേട്ടോ. ഞാൻ ചിരകി എടുത്തിട്ടില്ല, ചൂണെടുത്ത് വെക്കണം കേട്ടോ, പെട്ടെന്നുണ്ടല്ലോ. അങ്ങനെ ഇതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായി അരച്ചെടുക്കട്ടെ കേട്ടോ. അങ്ങനെ അതൊക്കെ അരച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പിഴിഞ്ഞെടുക്കാം. ഈ നൂൽപുട്ടാകുമ്പോൾ പിന്നെ കറിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിലേക്ക് കുറച്ച് തേങ്ങയും പഞ്ചാരി ഇട്ടാൽ തന്നെ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ തേങ്ങാപ്പാലാക്കിയത്. അങ്ങനെ അതൊക്കെ തേങ്ങാപ്പാലൊക്കെ എടുത്ത് അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അത് നന്നായി മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചു. ഇനി നമുക്ക് നൂൽപുട്ട് ഉണ്ടാക്കി. അപ്പോൾ നൂൽപുട്ടേക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ കുഴച്ചെടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ പത്തിരിക്ക് വാട്ടണ പോലെ അങ്ങനെ വാട്ടി വേണമെങ്കിൽ എടുക്കുക. ഇത് ഞാൻ ഇതിലേക്ക് തിളച്ച വെള്ളം പാർന്നുകൊണ്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്തത്. മിക്സ് ചെയ്തെടുത്തു കേട്ടോ. എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂലപ്പം കിട്ടും കേട്ടോ. ഇനി നൂൽപുട്ട് സോഫ്റ്റ് ആവണില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ആദ്യം എനിക്ക് കിട്ടിയിട്ടില്ല. ഇങ്ങനെ ചെയ്തതിന് ശേഷമാണ് എനിക്ക് സോഫ്റ്റ് നൂൽപുട്ട് കിട്ടൽ തുടങ്ങിയത് കേട്ടോ. അങ്ങനെ അതൊക്കെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് അച്ചിലേക്ക് ഇട്ടിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇവർക്ക് ഈ പച്ചപ്പൊടി ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടുമ്പോഴും ഒക്കെ പച്ചപ്പൊടി അങ്ങനെ കഴിച്ചാൽ അത് ഇതിലേക്ക് ഇത് ചൂടായതുകൊണ്ട് തന്നെ അതിൽ കൈയിട്ട് കണ്ട് ഒക്കെ എടുക്കാൻ പേടിയാണ്. അപ്പോൾ നമ്മൾ എടുത്തു കൊടുക്കുക. പക്ഷെ ഇത് നല്ലതൊന്നല്ല, പക്ഷെ ഓക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ അച്ചിലാക്കിയതിന് ശേഷം ഇതിലേക്ക് ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ. എല്ലാത്തിലേക്കും ഇങ്ങനെ ചുറ്റിച്ചെടുക്കട്ടെ കേട്ടോ. അതിന് മുന്നേ നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്നു കേട്ടോ. അത് തിളക്കുമ്പോഴേക്കും ഞങ്ങൾക്കിത് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. ഞാൻ അതെല്ലാം ഫുള്ളായിട്ട് തന്നെ റെഡിയാക്കി എടുത്തു. ഇനി വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്, അതിലേക്ക് ഇത് വെച്ച് കൊടുക്കുക കേട്ടോ.
അവിടെ തോനെ നേരം വെച്ചാൽ പിന്നെ എനിക്കത് കിട്ടൂല, മറ്റുള്ള പോരെല്ലാം തുടങ്ങിയിരിക്കണം. അങ്ങനെയൊക്കെ അത് വെന്ത് വന്നു, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. അങ്ങനെ വെന്ത് വന്നു ഇനി അത് ഒരു കാസറോൾക്ക് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടില്ല തന്നെ നൂൽപുട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. നല്ല അടിപൊളി സോഫ്റ്റ് നൂൽപുട്ടും തേങ്ങാപ്പാലും കേട്ടോ. അപ്പോൾ നൂൽപുട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഞാൻ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കിയെന്നല്ലോ, അത് ഞാൻ ബോട്ടിലേക്ക് ആക്കിയിട്ട് അത് സെറ്റ് ചെയ്ത് വെക്കട്ടെ എന്ന് കരുതി. അപ്പോൾ അതൊക്കെ ബോട്ടിലേക്ക് ആക്കി കൊടുക്കണം കേട്ടോ. അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അത് ബോട്ടിലേക്ക് ആക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ ബോട്ടിലേക്ക് ആക്കിയതിന് ശേഷം അതിലേക്ക് എത്രയാണോ ഗ്രേവി വേണ്ട അതിനനുസരിച്ച് സുർക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടും ഉപ്പും ഒക്കെ റെഡി അല്ലേ എന്നുള്ളത് കൂടി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ അടിപൊളി അച്ചാർ റെഡി ആയി കേട്ടോ. അതിനുശേഷം അങ്ങനെ ഞാൻ ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് മീൻ മാഗ്നേറ്റ് ചെയ്ത് ഇപ്പം തന്നെ റെഡിയാക്കി വെക്കാമെന്ന് കരുതി. മസാല പിടിച്ചോളും. അപ്പോൾ 1.5 ടീസ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വിനീഗറും ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യാം. അങ്ങനെ അത് നന്നായി മാഗ്നേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇനി ബാക്കിയുള്ള ഞാൻ ആകെ അടിച്ചു വാരാനും തുടക്കാനൊക്കെ പോയിട്ടോ. അപ്പോൾ എന്നാൽ അതുപോലെ പാത്രങ്ങളൊക്കെ വെക്കാനുള്ളതൊക്കെ മൂറി വെച്ച് കിച്ചൺ ക്ലീൻ ചെയ്തതിന് ശേഷം ആണ് കേട്ടോ ഞാൻ തുടക്കാനും ഇതിനൊക്കെ പോയത്. എന്നാൽ പിന്നെ വന്നതിന് ശേഷം ബിരിയാണി ഉണ്ടാക്കാനാണല്ലോ, അതിനുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതിയല്ലോ. കിച്ചൺ പിന്നെ രാവിലത്തെ പാത്രമൊക്കെ പാടാകുമ്പോഴത്തേന് നമുക്ക് മടി പിടിക്കും. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ അകൊന്ന് അടിച്ചു വാരിയിട്ടെ. രാവിലെ തന്നെ ഒക്കെ അടക്കി പൊറുക്കി വെച്ചുകൊണ്ട് തന്നെ വന്ന് അടിച്ചു വാരാൻ തന്നെ ഉള്ളൂ കേട്ടോ. തോനെ പണികളൊന്നുമില്ല, പെട്ടെന്നുണ്ടല്ലോ. ബെഡൊക്കെ വിരിച്ചു വിട്ടതാണ്. അങ്ങനെ രാവിലെ തന്നെ എണീറ്റുടനെ തന്നെ അതൊക്കെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പിന്നെ ആ കിച്ചണത്തെ പണി കഴിഞ്ഞാൽ പെട്ടെന്ന് അടിച്ചു വാരി മതി. പിന്നെ ആരെങ്കിലും വന്നാലും നല്ല നീറ്റായിട്ട് തന്നെ വീട് കിട്ടുകയും ചെയ്യും. അങ്ങനെ അടിച്ചു വാരിയതിന് ശേഷം ഈ വാഷ് ബേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ കേട്ടോ. ഈ വാഷ് ബേസൊക്കെ നമ്മൾ ഡെയിലി തന്നെ ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ അത് ഒരു വൃത്തികേടാണ്. അതിലിങ്ങനെ അതൊക്കെ ഡെയിലി ചെയ്താൽ തന്നെ വീട് നല്ല ക്ലീനായിട്ട് തോന്നും കേട്ടോ. ഞാൻ അതൊക്കെ നന്നായി ക്ലീൻ ചെയ്തെടുക്കട്ടെ. അതുപോലെ തന്നെ ഈ സ്റ്റീലിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് വെച്ചാൽ അതിന് വെള്ളത്തിൻ്റെ ഇങ്ങനെ കറ നിൽക്കില്ല. പിന്നെ അതിന് ശേഷം കുറച്ച് വെള്ളത്തേക്ക് ഞാൻ ലിക്വിഡ് ഒഴിച്ചിട്ട് ഈ ടീഫോയി ചില്ല് പോലെയല്ലേ ഇങ്ങനെ കട്ടിലിൻ്റെ അവിടെയൊക്കെ നല്ല പൊടി ഉണ്ടാവുമല്ലോ, അതൊക്കെ നന്നായി തുടച്ചെടുക്കട്ടെ കേട്ടോ. ഇതൊക്കെ ഡെയിലി ചെയ്താൽ തന്നെ വീട് നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. വീട് എപ്പോഴും നല്ല ക്ലീനായിട്ട് നിൽക്കും. ഇപ്പം പിന്നെ പ്രത്യേകിച്ച് ചൂടും നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ എപ്പോഴും ഇത് ക്ലീൻ ചെയ്ത് വെച്ചാൽ നല്ല ക്ലീനായിട്ട് തന്നെ വീട് നിൽക്കും കേട്ടോ. അതുപോലെ തന്നെ ടേബിളും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ആകെ പിന്നെ നമ്മൾ ഡെയിലി തുടച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെയിലി ചെയ്താൽ മതി കേട്ടോ. ആകെ ഒന്നരാടം തുടച്ചിട്ട് പിറ്റേന്ന് വയ്യും കിച്ചണും മാത്രം തുടച്ചാൽ നല്ല ക്ലീനായിട്ട് വെക്കും. നമ്മൾ തുടക്കുമ്പോൾ തന്നെ എല്ലാ ഭാഗവും എല്ലാ സ്ഥലവും തെരഞ്ഞു പിടിച്ച് നല്ല നീറ്റാക്കി വെച്ചാൽ ആകെ എപ്പോഴും ക്ലീനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ചെയറൊക്കെ നീക്കി അതിൻ്റെ ചോടയും ഒക്കെ ഒന്നരാടം തുടക്കുക. ആദ്യം ഒന്ന് വെള്ളം കൂട്ടി തുടച്ചിട്ട് ഒന്ന് പീഞ്ഞും തുടച്ചാൽ തന്നെ ആകെ ക്ലീനാവും. അല്ലാത്ത ദിവസം ഈ വയ്യും കിച്ചണും മാത്രം ഒന്ന് തുടച്ചാലും ആകെ എപ്പോഴും ക്ലീനായിട്ട് നിൽക്കും കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് തന്നെ തുടച്ചെടുത്തു. ഇനി നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുക. അതിന് വേണ്ടി 3 സവാളയും 2 തക്കാളിയും ഒരു 8-10 വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 3-4 പച്ചമുളകുമാണ് കേട്ടോ.
പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കുക, മറ്റേ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊരു കുക്കറിലേക്ക് ഇട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം, അടി പിടിക്കാക്കാൻ വെള്ളവും കുറച്ച് ഓയിൽ, വെളിച്ചെണ്ണയാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതും ഇട്ടിട്ട് ഒരു വിസിലടിച്ച് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് മീൻ പൊരിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ മീൻ ഏത് ഫിഷ് വേണമെങ്കിലും എടുക്കുക കേട്ടോ. നല്ല ഫ്ലേവറുള്ള ടേസ്റ്റുള്ള ഏത് മീൻ വേണമെങ്കിലും എടുക്കുക. അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തു. അതിൻ്റെ ആ ഓയിൽ തന്നെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. ഇനി ബാക്കി കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒഴിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്ത ആ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ആ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇതൊന്ന് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇത് അടച്ചു വെക്കുക കേട്ടോ. അങ്ങനെ ഇതൊക്കെ മസാലയൊക്കെ റെഡിയായി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളി ഉണ്ടല്ലോ, ഒരു സവാള അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ഉള്ളി നന്നായി ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിലേക്ക് കാഷ്യും കിസ്മിസും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും നന്നായി ഫ്രൈ ചെയ്തതിന് ഇതിൽ നിന്ന് കോരി മാറ്റുക. ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ അത് കോരി മാറ്റിയിട്ട് ഇതിലേക്ക് കുറച്ചുകൂടി കറിവേപ്പിലയും ഈ ബിരിയാണിക്ക് ഇടുന്ന ഒരു ഇല ഉണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കണം കേട്ടോ. അത് ഇട്ട് കൊടുത്ത നല്ല സ്മെല്ലും ഫ്ലേവറൊക്കെയാണ്. അങ്ങനെ അതിട്ടിട്ട് ഞാൻ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന നിലയിൽ വെള്ളം എടുക്കാൻ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴേക്കും നമ്മൾ മസാലയൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വിനീഗർ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ കൂടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. കുക്കറിലിട്ട് ഉള്ളി വേവിച്ചാൽ ഇതിലിട്ട് കണ്ട് ഒന്ന് വാട്ടിയെടുക്കുമ്പോൾ തന്നെ നല്ല വാടി കിട്ടും കേട്ടോ. പെട്ടെന്ന് തന്നെ വാടി കിട്ടും. അങ്ങനെ മസാലയൊക്കെ മീനിൻ്റെ മേലിട്ട് കൊടുത്തിട്ട് അതിമേലൊക്കെ മസാല പിടിക്കട്ടെ ഒന്ന് അടിച്ച് വെച്ചിട്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് നെയ്ച്ചോർക്കില്ല വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വിനീഗറിന് പകരം വേണമെങ്കിൽ നാരങ്ങ നീര് വേണമെങ്കിലും എടുക്കുക കേട്ടോ. ഇനി നമ്മൾ കേക്ക് വെച്ച അരി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ കറക്റ്റായിട്ട് വെന്ത് കിട്ടും. ഈ മസാലയിലേക്ക് കുറച്ച് പുതിനയിലും മല്ലിയിലും ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ ചോറൊക്കെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്, കറക്റ്റായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ദമ്മിട്ടെടുക്കാം. ഇതിലേക്ക് ചോറിട്ടിട്ട് ഒരു ലെയറായിട്ട് ചോറിട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ ദമ്മിടണ പോലെ തന്നെ ചെയ്തെടുക്കുക. അങ്ങനെ ഒരു ലെയർ ചോറിട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയനും ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതുവരെ നെയ്യ് ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ നന്നായി നെയ്യ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഗരം മസാല കുറച്ച് മുകളിൽ ഇട്ട് കൊടുക്കുക. വീണ്ടും അടുത്ത ലെയർ ചോറിട്ട് കൊടുക്കുക. ഇതിലേക്കും കുറച്ച് മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ഫ്ലേവറിൽ ഉണ്ടാവുമല്ലോ. അങ്ങനെ അടുത്ത ലെയർ ചോറ് കൂടി ഇതിൽ മുകളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ഫ്രൈ ചെയ്ത ഓണിയനും കാഷ്യും കിസ്മിസൊക്കെ ഉണ്ടല്ലോ അത് ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കുക. നെയ്യും ചേർത്ത് കൊടുക്കുക. ഗരം മസാല ഇട്ട് കൊടുക്കുക കേട്ടോ. തോനെ പണികളൊന്നുമില്ല, പെട്ടെന്ന് തീർക്കാമല്ലോ. അപ്പോൾ നമ്മളിത് എടുക്കുന്ന ഇടയിൽ നമ്മളെ
എന്താ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒപ്പം തന്നെ ചെയ്തെടുത്താൽ പെട്ടെന്ന് പണികളൊക്കെ തീരും കേട്ടോ. ഇത് റെഡി ആകുമ്പോഴേക്കും നമ്മൾ ജോലി തീരും കേട്ടോ. ഇനി ഇതിലേക്കുള്ള തൈര് കൂടി റെഡിയാക്കി എടുത്തുക്കണം കേട്ടോ. സവാളയും കുറച്ച് പച്ചമുളകും ഇട്ടിട്ട് തൈര് ഒഴിച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ അതുകൂടി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് എന്താ പിന്നെ ഞാൻ അത് അരമണിക്കൂറോളം ദം ചെയ്യാൻ വേണ്ടി വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക. അതിന് ശേഷം പിന്നെയും വീണ്ടും കുറച്ച് നേരം അതുപോലെ തന്നെ അടച്ചു വെക്കുക കേട്ടോ. അരമണിക്കൂറിന് ശേഷം സ്റ്റൗ ഓഫ് ആക്കിയതിന് ശേഷം വീണ്ടും കുറച്ച് നേരം അങ്ങനെ തന്നെ അടച്ചു വെക്കുക. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ എടുത്തത് ലഞ്ച് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ബിരിയാണി നന്നായി മിക്സ് ചെയ്ത് എടുക്കട്ടോ. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് വിളമ്പാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ബിരിയാണി ഉണ്ടാക്കി നോക്കിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. തോനെ പണികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടിയും ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ വാല്യുബിളായിട്ട് കമൻറ്റ് എന്താണെങ്കിലും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.